ഓസ്ട്രേലിയയിൽ 4 വർഷത്തെ വർക്ക് വിസയിന് വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എംപ്ലോയർ സ്പോൺസർഡ് വർക്ക് വിസ അഥവാ സബ് ക്ലാസ് 482 അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ സ്പോൺസറിനെ കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? ലെറ്റ് മീ ഹെൽപ്പ് യു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സ് റീസെന്റ് ആയിട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്പോൺസറിന്റെ ലിസ്റ്റ് FOI അഥവാ ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ത്രൂ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു FOI ഡോക്യുമെന്റ് 132 പേജസ് ലോങ് ആണ്. ഈ ഡോക്യുമെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എംപ്ലോയേഴ്സും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് SBS അക്രഡിറ്റഡ് ആണ്, അഥവാ സ്റ്റാൻഡേർഡ് ബിസിനസ് സ്പോൺസർഷിപ്പ് അക്രഡിറ്റഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്പർ 1, മെയിനായിട്ട് ഈ SBS അക്രഡിറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും MNCs അഥവാ വലിയ കമ്പനീസ് ആണ്. നമ്പർ 2, SBS ആയിട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനീസും ഫ്രീക്വന്റ് ആയിട്ട് അവരുടെ എംപ്ലോയീസിനെ സ്പോൺസർ ചെയ്യാറുണ്ട്. നമ്പർ 3, ഈ FOIയുടെ ഡോക്യുമെന്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ എംപ്ലോയേഴ്സിന്റെയും വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഫഷൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ അഥവാ നിങ്ങളുടെ കറന്റ് വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് റെലവെന്റ് ആണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആയിക്കോട്ടെ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മാക്സിമം ചാൻസ് ഉണ്ടാവുകയാണ് ഒരു സ്പോൺസറിനെ കിട്ടാനായിട്ട്. അപ്പോൾ SBS അക്രഡിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയേഴ്സിന്റെ ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി ഈ വീഡിയോ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലത്തെ സ്പോൺസറിനെ ലഭിക്കട്ടെ. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് മേഡ് ഇൻ കൊച്ചി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.